നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസികളിൽ നിന്ന് അവരുടെ ക്ഷേമത്തിനെന്ന പേരിൽ പിരിച്ചെടുത്ത 50,000-ൽ പരം കോടി രൂപ ഇന്ത്യൻ കമ്മ്യൂണിറ്റി വെൽഫെയർ ഫണ്ടിൽ കുമിഞ്ഞുകൂടിക്കിടക്കുന്ന വിവരം എത്ര പേർക്കറിയാം? നാട്ടിലെത്താൻ ടിക്കറ്റിന് പണമില്ലാതെയും ക്വാറന്റൈൻ സംവിധാനങ്ങൾക്ക് പണം നൽകാനും കഴിയാതെ പ്രവാസികൾ നെടുവീർപ്പിടുമ്പോൾ ഇത്തരമൊരു ഫണ്ടിനെ കുറിച്ച് ചർച്ചയാവേണ്ടതല്ലേ? ഗൾഫിൽ അനുദിനം കഷ്ടപ്പെടുന്ന മലയാളികളുടെ കണക്കുകൾ നമ്മളെ അമ്പരപ്പിക്കുന്നു. പ്രവാസി മലയാളികളുടെ ദുരിതം ഓരോ ദിവസവും ഏറുകയാണ്. നാട്ടിലേക്ക് മടങ്ങിപ്പോരാൻ മിക്കവരുടെ പക്കലും പണമില്ല. അഥവാ നാട്ടിലെത്തിയാൽ ക്വാറന്റൈൻ സംവിധാനങ്ങൾ ഏർപ്പെടുത്താനുള്ള ചില്ലിക്കാശില്ല. ഗൾഫിൽ ജോലിയില്ലാതെ കുടുങ്ങിക്കിടക്കുന്നവർ ഏറെയാണ്. ഇവരുടെയൊക്കെ ക്ഷേമ വിവരങ്ങൾ അന്വേഷിക്കാനോ ടിക്കറ്റിന് പണം ഏർപ്പെടുത്താനോ ഒരു ചെറുവിരൽ അനക്കുന്നില്ല നമ്മുടെ സർക്കാരുകൾ. ക്ഷേമനിധി പ്രയോജനപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് ചില പ്രവാസി സംഘടനകൾ സുപ്രീം കോടതിയെ സമീപിച്ചു. അപ്പോൾ കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ പറഞ്ഞത് ഈ ക്ഷേമനിധി ഫണ്ട് ഉപയോഗിച്ച് ടിക്കറ്റുകൾ എടുത്ത് പ്രവാസികൾക്ക് നൽകുമെന്നാണ്. ഇത്തരമൊരു വാഗ്ദാനം കോടതിയിൽ നൽകിയെങ്കിലും ഒരൊറ്റ പ്രവാസിക്ക് പോലും ഈ മടക്കയാത്രയിൽ ടിക്കറ്റ് നൽകാൻ സർക്കാർ ഒരു ചെറു ശ്രമം പോലും നടത്തിയില്ല. കോൺസൽ സർവീസിനായി എംബസിയെയും കോൺസുലേറ്റിനെയും സമീപിക്കുമ്പോൾ ഈടാക്കുന്ന തുകയാണിത്. 2009 മുതൽ വെൽഫെയർ ഫണ്ടിലേക്ക് 10 ദിർഹം വീതമാണ് UAE-യിൽ നിന്ന് മാത്രം ഈടാക്കുന്നത്. മുൻകാലങ്ങളിൽ ഗൾഫിലേക്ക് വരുന്നവരിൽ നിന്ന് ECNR സ്റ്റാമ്പ് ചെയ്തു നൽകാൻ വൺ വേ ടിക്കറ്റ് ഇനത്തിൽ സ്വരൂപിച്ച തുകയും ഈ ഫണ്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. വിദേശകാര്യ വകുപ്പിന്റെ കീഴിലാണ് ഈ ക്ഷേമനിധി ഫണ്ടുള്ളത്. 2007-ൽ അന്ന് MP ആയിരുന്ന TK ഹബ്സയുടെ ചോദ്യത്തിന് മറുപടിയായി ലോക്സഭയിൽ നൽകിയ കണക്ക് പ്രകാരം മൊത്തം തുക 24,000 കോടി രൂപയിലെത്തിയിരുന്നു അന്ന്. 2007-ന് ശേഷം വീണ്ടും വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഏകദേശ കണക്ക് കൂട്ടുമ്പോൾ 50,000-ൽ പരം കോടി രൂപയുണ്ട് ഈ ക്ഷേമനിധി ഫണ്ടിൽ. ജോലി നഷ്ടപ്പെട്ടും വിസ കാലാവധി തീർന്നും കഷ്ടപ്പെടുന്നവരെ ഈ ക്ഷേമനിധി ഉപയോഗിച്ച് നാട്ടിലെത്തിക്കണമെന്നും അവർക്ക് വേണ്ട ക്ഷേമ പ്രവർത്തനങ്ങൾ ഏർപ്പെടുത്തണമെന്നുമാണ് പ്രവാസി സംഘടനകളുടെയും പ്രവാസികളുടെയും ദീർഘനാളായുള്ള ആവശ്യം. കോവിഡ് ബാധിച്ച് മരിച്ച അനേകം പ്രവാസികളുണ്ട്. അവരുടെ കുടുംബത്തിന് ഈ ക്ഷേമനിധി ഫണ്ട് ഉപയോഗിച്ച് അടിയന്തരമായി എന്തെങ്കിലും സഹായം എത്തിക്കണം. സങ്കടക്കടലിൽ മുങ്ങി പ്രവാസികൾ കേഴുന്നത് ഇങ്ങനെയാണ്. മറ്റു പലരുടെയും സഹായത്തോടെ ഞങ്ങൾ ടിക്കറ്റെങ്കിലും എടുക്കുന്നു. ഒരു PPE കിറ്റെങ്കിലും വാങ്ങാനുള്ള ഫണ്ട് ഈ ക്ഷേമനിധി ഫണ്ടിൽ നിന്ന് സർക്കാർ കനിഞ്ഞു നൽകണം. പക്ഷേ ഇവയ്ക്കൊന്നും ചെവി കൊടുക്കുന്നില്ല കേന്ദ്ര സർക്കാർ എന്ന് ഓർക്കുക. ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിനെ നിർബന്ധിക്കാൻ കേരള സർക്കാരോ മറ്റു സംസ്ഥാന ഗവൺമെന്റുകളോ ചെറുവിരൽ അനക്കുന്നില്ല. സർക്കാർ ആകെ വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്: ബഹ്റിനിൽ നിർധനർക്ക് കഴിഞ്ഞ 10 വർഷം ടിക്കറ്റിനും മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാനും ക്ഷേമനിധിയിൽ നിന്ന് സഹായം എത്തിക്കുകയുണ്ടായി. മറ്റു പല രാജ്യങ്ങളിലുമുള്ള പ്രവാസികൾക്ക് ഇത്തരം ഘട്ടത്തിൽ ഈ ക്ഷേമനിധി ഫണ്ട് ഉപയോഗപ്പെടുത്തിയിരുന്നു. ഇതല്ലാതെ ഈ കൊറോണ പോലെ ഇത്തരമൊരു മഹാമാരി ആഞ്ഞടിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ കൃത്യമായി ഈ ക്ഷേമനിധി ഫണ്ട് ഉപയോഗിച്ച് പ്രവാസികൾക്ക് സൗകര്യവും ക്ഷേമവും ചെയ്തു കൊടുക്കാൻ ഉത്തരവാദിത്തമില്ലേ സർക്കാരിന്? സർക്കാരിൻ്റെ കണക്ക് പ്രകാരം ക്ഷേമനിധി ഫണ്ട് ഇത്തരം ആവശ്യങ്ങൾക്കാണ് ചെലവഴിക്കുന്നത്. 1. തൊഴിൽ കേസുകളും സ്ത്രീകളെ വഞ്ചിച്ച കേസുകളും നടത്താൻ. 2. വിദേശത്ത് കുടുങ്ങിയവർക്ക് 60 ദിവസം താമസ സൗകര്യമൊരുക്കാനും മടക്ക ടിക്കറ്റിനുമുള്ള ചെലവ്. പരുക്കേറ്റവർക്കും ഡോക്ടർക്കും അനുഗമിക്കുന്നയാൾക്കുമുള്ള മടക്ക ടിക്കറ്റ്. മൃതദേഹങ്ങൾ വിദേശത്ത് സംസ്കരിക്കാൻ, മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാനും അനുഗമിക്കുവാനുമുള്ള ടിക്കറ്റ്. ഇത്തരം വിശദീകരണങ്ങൾക്കിടയിൽ മറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. കോവിഡ് കാരണം മടങ്ങുന്നവർക്ക് ഫണ്ടിൽ നിന്ന് പണം നൽകാനാവില്ല എന്നതുതന്നെ. അതുകൊണ്ട് അടിയന്തരമായി ഈ ക്ഷേമനിധി ഫണ്ട് ഉപയോഗപ്പെടുത്തുന്ന മാർഗരേഖ പുനഃക്രമീകരിക്കണം. 50,000 കോടിയിലധികം രൂപ കയ്യിൽ വെച്ചിട്ട് ഈ ക്ഷേമനിധി ഫണ്ടിൽ നിന്ന് ഇത്തരമൊരു ദുരവസ്ഥയുണ്ടായ ഈ സന്ദർഭത്തിൽ പോലും പ്രവാസികളെ സഹായിക്കാതിരിക്കുന്ന കേന്ദ്ര സർക്കാരും അതിനുവേണ്ട ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താൻ ആവശ്യപ്പെടാത്ത സംസ്ഥാന സർക്കാരുകളും വലിയ വിപത്താണ് ഇവിടെ വരുത്തിക്കൊണ്ടിരിക്കുന്നത്.
ഇന്നലകളിൽ ഈ രാഷ്ട്രം പുനർനിർമ്മിക്കാൻ പ്രവാസികൾ നൽകിയ സഹായം നമ്മൾ മറക്കരുത്. അവരുടെ കൈകളിൽ നിന്ന് ഊറ്റിയെടുത്ത് നമ്മൾ ശേഖരിച്ചു വെച്ചിരിക്കുന്ന ഈ പണം ഈ ദുരവസ്ഥയിലെങ്കിലും ഉപയോഗപ്പെടുത്തണം. അവർക്കായി, പ്രവാസികൾക്കായി. ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി.